Question number 26. Organic chemistry, some basic principles and techniques എന്നുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക് എന്നുള്ള ചോദ്യമാണ്. നോക്കൂ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഇൻ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എമംഗ് ദ ഫോളോയിങ് ഇസ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം, ഗ്രൂപ്പ് ഡീആക്ടിവേറ്റിംഗ് ആകണമെന്നുണ്ടെങ്കിൽ, മെറ്റാഡയറക്റ്റിംഗ് ആകണമെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയുള്ള ഗ്രൂപ്പുകളായിരിക്കണം മക്കളെ? അവർ മൈനസ് എം എഫക്റ്റ് കാണിക്കുന്ന അഥവാ മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളായിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്നതിൽ മൈനസ് എം അല്ലെങ്കിൽ മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ആരാ? നിങ്ങൾ നോക്കിയേ, COOCH3 എസ്റ്റർ ആണ്. സോ അറ്റാച്ച് ചെയ്യുന്ന ബെൻസീനിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ മൾട്ടിപ്പിൾ ബോണ്ടുള്ള കാർബൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവൻ മൈനസ് എം ആയിരിക്കും. ഇവൻ NHCOCH3 ആസിഡ് അമൈഡുകളാണ്, പ്ലസ് എം എഫക്റ്റ് ആണ് കാണിക്കുക. ഇവൻ NCH3 അമിനോ ഗ്രൂപ്പാണ്, പ്ലസ് എം ആണ് കാണിക്കുക. C ട്രിപ്പിൾ ബോണ്ട് ആൻഡ് സയനോ ഗ്രൂപ്പ് മൈനസ് എം ആണ് കാണിക്കുക. OCH3 ഗ്രൂപ്പ് പ്ലസ് എം ആണ് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഡീആക്ടിവേറ്റിംഗ് അല്ലേ, മൈനസ് എം എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളല്ലേ. സോ ദ ആൻസർ ഇസ് 2. രണ്ട് പേരാണതിൽ ഡീആക്ടിവേറ്റിംഗ് ആയിട്ടുള്ളത്.